ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് അത്ഭുതത്തോടെ ഇരുന്ന് കണ്ടിരുന്നൊരു സിനിമയായിരുന്നു ഒളിമ്പ്യൻ അന്തോണിയാദം. ഈ സിനിമയിൽ ഡിസ്ക് ത്രോ സീനുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ആ സ്കൂൾ സ്റ്റേഡിയം മൊത്തം കറങ്ങി വരുന്ന സീനൊക്കെ എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഞാനൊക്കെ കുട്ടിയായിരുന്നിരിക്കുമ്പോൾ സിനിമയെ കാണുന്ന സമയത്ത് നമ്മൾ ടി വിയിലാണല്ലോ കാണുക. അന്ന് ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ അങ്ങനെ തിയേറ്ററിലേക്കൊന്നും അധികം പോകില്ല. ഈ സിനിമയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. ടി വിയിലൊക്കെ കാണുമ്പോൾ അയ്യോ എന്താല്ലേ ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഈ സിനിമ എൻഗേജിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ് വളരെ രസകരമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസർ അയാളൊരു അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടി ഒരു സ്കൂളിലേക്ക് പോകണം. അവിടെ ഒരു PT സാറായിട്ട്. ശേഷം അവിടെ നടക്കുന്ന കുറച്ച് രസകരമായ മൊമെൻറ്റ്സ്, ഈ കേസ് പാരലായി അന്വേഷിക്കുന്നതും അതിനുവേണ്ടി അയാൾ ചൂസ് ചെയ്യുന്ന പോയിൻറ്റ്സ്, അതൊക്കെ നല്ല രസമാണ് ഈ സിനിമയിൽ. നല്ല കിടിലൻ മ്യൂസിക്കിൽ, അതുപോലെ നല്ല സോങ്സ് ഉണ്ട് ഈ പടത്തിൽ ഒരുപാട്. കുക്കിക്കുറുകിയും നിലാപ്പൈതൽ അങ്ങനെ ഒരുപാട് കിടിലൻ സോങ്സ് ഉണ്ട്. കടമ്പനാട്ട് എന്ന് പറയുന്ന സോങ് ഒക്കെ ഉണ്ട്. അത് ലാസ്റ്റേ ഉള്ളൂ, പക്ഷേ മോണ്ടേജ് ആയിട്ട് കുറച്ചേ ഉള്ളൂ ആ സോങ്. പിന്നെ ഈ സിനിമയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ, മീന, നാസർ, ജഗതി ശ്രീകുമാർ, സീമ, ഗണേഷ് കുമാർ, കിട്ടി, അരുൺകുമാർ, സാനിക നമ്പ്യാർ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് സിനിമ പോണത്. ജയതി ചേട്ടനും മോഹൻലാലും നമ്മളുടെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ ലെവലാണ് അവർ നമ്മളുടെ കോമ്പിനേഷൻ. ആകെ ഇപ്പോഴും മീൻ മെറ്റീരിയലായിട്ട് വട്ടോളി ക്യാരക്ടറൊക്കെ ഇപ്പോഴും ഉണ്ട്. പടയപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഊരിയിട്ടുള്ള തെറിവിളിയാണെങ്കിൽ ശരി, അതൊക്കെ വേറെ ലെവലാണ്. ആകെ ഇപ്പോഴും നമുക്ക് കണ്ടിരിക്കുമ്പോൾ ചിരി വരും. ജയതി ചേട്ടനൊക്കെ ഇതിൽ വേറെ ലെവലാണ് കേട്ടോ. ഒരു കോച്ചായിട്ട് ഫുൾ ടൈം ഒരു കയ്യിലൊരു ബോളും ഉണ്ടാവും. അതേപോലെ സീമ മേഡം ആയിട്ടുണ്ടെങ്കിൽ ശരി, മീന മേഡത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സീക്വൻസ് ഉണ്ട് ഇതിൽ. അവരുടെ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു ഹസ്ബൻഡ് ടോക്സിക്കായ ക്യാരക്ടറൊക്കെ ആയിട്ട്, അതൊക്കെ വളരെ അടിപൊളിയായിട്ട്. അതുപോലെ ഇതിലൂടെ നമ്മളുള്ള ഈ കെമിസ്ട്രി സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. ലവ് സീക്വൻസ് ഒക്കെ വരുന്നത്. ഒരു കുട്ടിയുണ്ട് ഇതിൽ. ആ കുട്ടി സാനിക നമ്പ്യാർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും മോഹൻലാലും തമ്മിലുള്ള സീക്വൻസ് ഒക്കെ വേറെ രസമാണ്. അരുൺകുമാറും മോഹൻലാലും തമ്മിലുള്ള സീക്വൻസ്, ആ ചക്ര ഷൂ ആയിട്ട് വരുന്ന പയ്യനൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയിലായിരുന്നു ആ വിഷവാതകം പരത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ ചെയ്തിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് കോമഡി ആയി തോന്നും, പക്ഷേ അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് അതിലുള്ള ടെക്നോളജികളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇപ്പോഴും അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു അടിപൊളിയായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ അന്നത്തെ തന്നെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കും ഭദ്രനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. കാരണം സ്ഫടികം അയ്യർ ദ ഗ്രേറ്റ്, അത് തന്നെ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് മാർക്കാണ്. അദ്ദേഹം ആസ് എ ഡയറക്ടർ എന്ന പേരിൽ. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുള്ള സിനിമയായിരുന്നു, പക്ഷേ തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല. യൂട്യൂബിലുണ്ട്, കണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.